ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവവചന പ്രഘോഷണം സർവ്വസാധാരണമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു പ്രത്യേകമായ സീസണിൽ കൺവെൻഷനുകളുടെ അതിപ്രസരമാണ്. അതുകൂടാതെ അനേകമായ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള അഭിഷിക്തന്മാരുടെ വചനഘോഷണങ്ങൾ, അതോടൊപ്പമുള്ള ക്രൂസൈഡുകൾ തുടങ്ങി അനേകമായ രീതികളിൽ ദൈവവചനത്തിൻ്റേതായിട്ടുള്ള കേൾവി ഇന്ന് സാധ്യമായിരിക്കുന്നു. അതുമാത്രമല്ല, മാധ്യമങ്ങളിലൂടെ ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ഇന്ന് മുഖാന്തരങ്ങളുണ്ട്. പ്രാചീന കാലത്ത്, പഴയ നിയമകാലത്ത് ഇപ്രകാരമുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഇന്ന് ഏത് സമയത്തും നാം ടെലിവിഷനോ അല്ലെങ്കിൽ റേഡിയോ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ, പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ദൈവവചനം ഇഷ്ടാനുസരണം കേൾക്കുവാൻ കഴിയും. അതുമാത്രമല്ല, റെക്കോർഡ് ചെയ്തിരിക്കുന്ന വചനഘോഷണങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ദൈവവചനം കേൾക്കണമെന്ന് തോന്നുമ്പോൾ അപ്രകാരമുള്ള സംവിധാനങ്ങൾ ഉപയുക്തമാക്കിക്കൊണ്ട് അത് കേൾക്കുവാനായിട്ട് കഴിയും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം കേൾക്കുന്നത് ദൈവവചനമാണ്. അത് ഏത് തലത്തിലുള്ളവർ പ്രഘോഷിച്ചിരുന്നാലും, ഏത് രീതിയിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് കേൾക്കുന്നതെങ്കിലും, ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അധികാരസീമയിൽപ്പെടുന്ന കാര്യമാണ്. അതെപ്രകാരമാണ് മനുഷ്യൻ സ്വീകരിക്കുന്നതെന്ന് ദൈവം വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന കാര്യമാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ വചനം വൃഥാവായി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, തൻ്റെ വഴിയിലേക്ക് മടക്കി വരുത്തുവാൻ, തന്നിൽ നിന്ന് അകന്നു പോകുന്നവരെ അടുപ്പിക്കുവാൻ, അവർക്ക് പാപബോധമുളവാക്കുവാൻ, പിന്മാറ്റത്തിലായിരിക്കുന്നവരെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുവാൻ, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവനെ പുഷ്ടിപ്പെടുത്തുവാൻ തക്കതിനുവണ്ണം ആവശ്യമായ സർവ്വ ഘടകങ്ങളും ദൈവം തൻ്റെ വചനത്തിലൂടെ ഒരുക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഒരുക്കുന്ന ഈ അവസരങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ വിനിയോഗിക്കുന്നതെന്നും ദൈവം സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഫ്ലെക്സ് വെച്ച് കെട്ടിയുള്ള പ്രസംഗമായിരുന്നാലും, കൺവെൻഷൻ പന്തലുകളിലായിരുന്നാലും, അവിടെ ആവേശത്തോട് വരുന്ന ജനതയുടെ അല്ലെങ്കിൽ ജനങ്ങളുടേതായിട്ടുള്ള ദൈവവചനത്തോടുള്ള സമീപനമാണ് ദൈവം സൂക്ഷ്മമായി നോക്കുന്നത്. ടുഡേ വി ഫൈൻഡ് that the word of God is celebrated everywhere. There are conventions, crusades, Bible classes, so in so many ways we hear the word of God. We hear them through the media, we hear them through television, through radio. You see, so there are a lot of avenues by which we can hear the word of God. And not only that, we have great facilities to hear the word of God anytime, anywhere, because the word of God is being preached and they are recorded so that you can hear them through CDs and other instruments anytime, anywhere. So we find that people have that great facility to hear the word of God. But very seldom people recognize one thing. They do not recognize that God watches how we approach the word of God. What is our response to the words spoken by the people of God
or men of God. So, God also watches how we respond and how we react. That's a very important factor. Very often we don't pay attention to that part. We are just eager to go to hear the word of God spoken by eminent men of God, and we go to the conventions and we go to so many places. But how exactly do we receive the word of God? That's the most important thing. And very often we don't realize that. So, this is a phenomena not prevalent today. Even from the Old Testament times we see this, that God himself points out this to his people. See, ഇത് ഇന്ന് തുടങ്ങിയ ഒരു പ്രവണതയല്ല. അലസമായിട്ട് ദൈവവചനം കേൾക്കുക, അത് പ്രാവർത്തികമാക്കാതിരിക്കുക, ഒരു ചടങ്ങിനായിട്ട് ദൈവവചനം കേൾക്കാൻ പോവുക, അല്ലെങ്കിൽ ആവശ്യത്തോടെ 1-2 മണിക്കൂർ അവിടെ ഇരുന്ന് കേട്ടിട്ട് പിന്നെയും തങ്ങളുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മടങ്ങിപ്പോവുക, ഇതൊക്കെ ഇന്ന് ആരംഭിച്ചൊരു കാര്യമല്ല. പഴയ നിയമകാലത്ത് തന്നെ ഇതുണ്ടായിരുന്നു. യെഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: സംഘം കൂടി വരുന്നത് പോലെ അവർ നിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായി നിൻ്റെ മുൻപിലിരുന്ന് നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. ദൈവവചനം കേൾക്കുവാൻ വരുന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ ദൈവം തൻ്റെ പ്രവാചകനെ അറിയിക്കുകയാണ്. ബാബിലോണിൽ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ക്രൂരമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും നഷ്ടപ്പെട്ട്, തങ്ങളുടെ മാതൃഭൂമി നഷ്ടപ്പെട്ട് അവർ അടിമകളായിട്ട് ഇന്ന് ബാബിലോണിൽ കഴിയുകയാണ്. ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ യെരുശലേം പിടിച്ചെടുത്ത് അതിൻ്റേതായിട്ടുള്ള മതിലുകൾ തകർത്ത് യെരുശലേം ദേവാലയം ചുട്ടുകരിച്ചു, കൊട്ടാരങ്ങൾ ചുട്ടുകരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് ബാബിലോണിൽ കൊണ്ടുവന്നു. അവർ അവിടെ നീണ്ട 70 വർഷക്കാലം പ്രവാസികളായിട്ട് അടിമകളായിട്ട് ജീവിക്കുകയാണ്. അവർക്കവിടെ ദേവാലയങ്ങളില്ല, ആരാധിക്കുവാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അവിടെയും ദൈവത്തിന് തൻ്റെ ജനത്തോട് കരുണയുണ്ട്. അവിടെ അവരോട് സംസാരിക്കുവാൻ ദൈവം തൻ്റെ പ്രവാചകനെ നിയോഗിക്കുകയാണ്. യെഹെസ്കേൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവരെ ഉറപ്പിക്കുവാൻ, അവരുടെ നിലവിലെ ശബ്ദം കേൾക്കുവാൻ ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. അടിമത്തത്തിലേക്ക് അവരെ വിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെ പാപ സ്വഭാവങ്ങളാണ് അവരെ അടിമത്തത്തിലേക്ക് വിട്ടത്. ദൈവത്തിൽ നിന്ന് അകന്ന് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ പ്രസക്തി ഇല്ലാതായി. ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ പ്രസക്തി ഇല്ലാതായപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിന് പ്രസക്തിയില്ല. ബിംബങ്ങളെ ആരാധിക്കുകയും അന്യദൈവങ്ങൾക്ക് ധൂപം കാട്ടുകയും അവിടെ അപ്രകാരമുള്ള യാഗപീഠങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ അത്യുന്നതനായ ദൈവത്തെ മറന്നപ്പോൾ അത്യുന്നതനായ ദൈവം അവർക്ക് നൽകിയ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ദൈവത്തിൻ്റെ ആലയത്തിന് പ്രസക്തി ഇല്ലാതായി. ദൈവം കൽദയ രാജാവായ നെബൂഖദ്നേസറിനെ വിട്ട് ആ ദേവാലയം ചുട്ടുകരിച്ചു. തൻ്റെ പ്രമോദമായ തൻ്റെ തലസ്ഥാന നഗരിയായ യെരുശലേമിനെ നശിപ്പിച്ചു. കൊട്ടാരങ്ങൾ ചുട്ടുകരിച്ചു. യെരുശലേമിൻ്റെ മതിൽ ഇടിച്ചു കളഞ്ഞു. തൻ്റെ പ്രമോദമായ യെരുശലേമിനെ നശിപ്പിച്ചു. ഈ ജനത്തെ മുഴുവനായിട്ട് അവൻ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായ കഠിനമായ അടിമ വരെ ചെയ്യിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം പിൽക്കാലത്ത് പറയുന്നത്, അതേ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ എന്നെ തിന്നുകളഞ്ഞു, ഈ ജനത്തെ അവൻ ഊറ്റിക്കുടിച്ചു. അതിമനോഹരമായ ബാബിലോൺ പട്ടണം പടുത്തുയർത്തി അടിമവേല ചെയ്യിപ്പിച്ചുകൊണ്ട്. അങ്ങനെ ആ കഷ്ടതയുടെ നടുവിലും ദൈവത്തിന് അവരോട് കരുണ തോന്നി. അവർ അടിമകളായിട്ട് തീർന്ന് അവിടെ വന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. കാരണം ഇനി ഒരിക്കലും അവർക്ക് മടങ്ങി യെരുശലേമിലേക്ക് പോകുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക്, ദൈവത്തിൻ്റെ പട്ടണത്തിലേക്ക് ദൈവം അവരെ ആക്കി വച്ചിരുന്ന ആ സാഹചര്യത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ കഴിയുകയില്ല എന്നുള്ള സങ്കടത്തിൽ അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്.
അവിടെയും ദൈവം തൻ്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അവരെ ബലപ്പെടുത്തുകയാണ്. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നിലവിളി കേൾക്കുന്ന ദൈവമാണ്. അവൻ കരുണയുള്ള ദൈവമാണ്, കരുതലുള്ള ദൈവമാണ്. You see, these people who were captives from Jerusalem, when they cried out in Babylon, God was compassionate. And we find that God is giving them a prophet to speak to them. They forgot God. They worshipped other gods. And when God was no more a reality in their lives, when they forsake God and began worshipping other gods, God punished them heavily after so much of warnings. They never paid any attention to the prophets who warned them. They went on their own ways because God was silent. They thought God is a powerless God. He doesn't have power. So they can do anything they want. But God punished them. Severely punished them. A punishment that has never been seen in history. He sent Nebuchadnezzar to Jerusalem. He burned down the temple. He destroyed the houses. He broke down the walls of Jerusalem and took the people as captives. And the captivity went on for 70 years as it was prophesied earlier. So in this calamity, the children of God, they cried out again to God. And God in His compassion sent His prophet Ezekiel to the people. Ezekiel came and he was speaking to the people. So what we find here is the response of the people to the words of God. ഇവിടെ ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് ബാബിലോണിൽ അവരോട് സംസാരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രതികരണമാണ് ദൈവം പ്രവാചകനോട് പറയുന്നത്. ഒന്നാമതായി, അതെ, സംഘം കൂടി വരുന്നത് പോലെ അവർ നിൻ്റെ അടുക്കൽ വന്നു, എൻ്റെ ജനമായി നിൻ്റെ മുമ്പിലിരുന്നു. സംഘം കൂടി വരുന്നത് കൂട്ടം കൂട്ടമായിട്ട് എൻ്റെ ജനമായിട്ടാണ് നിൻ്റെ അടുക്കൽ വരുന്നത്. ദൈവത്തിൻ്റെ ജനമാണ്. അങ്ങനെ വന്ന് നിൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാനുള്ള ആകാംക്ഷയോടെ വരികയാണ്. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. നിൻ്റെ വചനങ്ങൾ അവർ കേൾക്കുന്നുണ്ട്, നീ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്, പക്ഷേ അവർ അത് ചെയ്യുന്നില്ല. മാത്രമല്ല, വായ് കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു. വായ് കൊണ്ട് നല്ല മധുരമായ കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്, പ്രവാചകനെക്കുറിച്ച് പറയുന്നത്, അവർ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. ഹൃദയം നിറയെ ദുരാഗ്രഹമാണ്, പരമാർത്ഥതയില്ലാത്ത ഹൃദയമാണ്. എൻ്റെ വചനം കേൾക്കുന്നു വളരെ ആകാംക്ഷയോടെ, തീഷ്ണതയോടെ, വളരെ ബന്ധപ്പെട്ടാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരുന്നത്. നിങ്ങൾ ഓർക്കണം, ദേവാലയങ്ങളില്ല. അന്യനാട്ടിൽ അവർ അടിമകളായി പ്രവാസികളായിട്ട് ജീവിക്കുമ്പോഴാണ് കൂട്ടം കൂട്ടമായിട്ട് വന്ന് പ്രവാചകൻ്റെ അടുക്കൽ വരുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള ആകാംക്ഷ കൊണ്ടും അത്യുത്സാഹത്തോടും കടന്നു വരുന്നു. പക്ഷേങ്കിൽ അവർ വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ അത് ചെയ്യുന്നില്ല. വായ് കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെപ്പറ്റി. ഇതാണ് ഇന്നത്തെ പ്രശ്നം. വചനങ്ങളെ കേൾക്കുമ്പോൾ അച്ചടക്കമാണ്. എല്ലാവരും എത്ര ദിവസമാണെങ്കിലും ഇരുന്ന് വചനം കേൾക്കും. എത്ര ദിവസത്തെ കൺവെൻഷനാണ് നടക്കുന്നത്, അവിടെ ഇരുന്ന് വചനങ്ങൾ മുഴുവനായും കേൾക്കും. പക്ഷെ ഒരു കാര്യം മാത്രം, ആ വചനങ്ങൾ അവർ പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം ആ ജനം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ബാഹ്യമായിട്ട് അവർ വളരെയധികം സ്നേഹം കാണിക്കുകയാണ്, എന്നാൽ ആ സ്നേഹത്തിൽ ഒരു പരമാർത്ഥതയുമില്ല. അവരുടെ ഹൃദയം നിറയെ ദുരാഗ്രഹങ്ങളാണ്. ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, അതിൻ്റെ 30-ാം വാക്യത്തിൽ,
മനുഷ്യപുത്ര, നിൻ്റെ സ്വന്തം ജനം മതിലുകൾക്കരികത്തും വീട്ടുവാതിക്കൽ വെച്ചും നിന്നെക്കുറിച്ച് സംഭാഷിക്കുന്നു. അതായത് നിന്നെക്കുറിച്ച് സംഭാഷണം നടത്തുന്നു. ഓരോരുത്തരും മറ്റൊരുവനോട് അതെ ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണ് നമുക്ക് പോയി കണ്ടുപിടിക്കാം, നമുക്ക് പോയി കേൾക്കാം. അപ്പോൾ മതിലിനരികെ വെച്ച്, വീട്ടിനകത്ത് വെച്ച് ഒക്കെ അവർ നിന്നെക്കുറിച്ച് സംസാരിക്കുകയാണ്. വിമർശനമാണ്. എന്തായാലും നമുക്ക് പോകാം, കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ആ പ്രവാചകനോടോ പ്രവാചക ശബ്ദത്തോടോ യാതൊരു വിധത്തിലുള്ള പ്രതിപത്തിയുമില്ല. ദൈവത്തിൻ്റെ വചനത്തോട് ബഹുമാനമില്ല. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ യാതൊരു രീതിയിലും അവർക്ക് മനസ്സില്ല. This is what we find. They speak ill of the prophet, but they pretend that they love the prophet, they love the word of God. So they show externally that they love and they are very much interested in the word of God, but their hearts are not honest before God, and it's all having wicked thoughts and ideas. That's what God says to the prophets. You see, they don't have any good opinion about you. They speak about you near the walls and their houses, but they come to you saying that let us hear what God says. This approach itself is detestable. They forget that's the Almighty Lord who examines their hearts. He who knows their hearts are there, is with them. He knows about their hearts, he knows about their ideas, he knows about their thoughts. But they feel their pretensions can fool God. So they come in small groups and listen to the prophet very attentively. They listen everything, but they don't do it at all. You see? And externally they show a lot of love, though there is no love in their hearts. They have a lot of false ideas in their hearts, but they do not show it out. So listening to the word of God is not what matters. You have to do the word of God. Obey the word of God. And many a time we cannot gain blessings from God because we are just hearers of the word. We do not do, or we do not obey the word of God. James, the apostle of Jesus Christ, tells the very same thing. യാക്കോബ് ശ്ലീഹ ഇത് തന്നെയാണ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. ആകയാൽ എല്ലാ മാലിന്യവും വർദ്ധിച്ച ദുഷ്ടതയും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതായി നിങ്ങളിൽ നട്ടിരിക്കുന്ന വചനത്തെ സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എല്ലാ മാലിന്യങ്ങളും വർദ്ധിച്ച ദുഷ്ടതയും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതായി നിങ്ങളിൽ നട്ടിരിക്കുന്ന വചനം സൗമ്യതയോടെ അതേ കൈക്കൊള്ളണം. അപ്പോൾ വചനം നട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ മാലിന്യങ്ങളൊക്കെ അകറ്റിക്കളയുവാൻ, ദുഷ്ടത വെടിയുവാൻ, ദൈവഹിതത്തിനനുസരിച്ച് ദൈവകൃപയിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആണ് ദൈവവചനം നട്ടിരിക്കുന്നത്. ദൈവവചനം നടുന്നത് എങ്ങനെയാണ്? ദൈവവചനത്തിൻ്റെ കേൾവിയിലാണ്. അപ്പോൾ ദൈവവചനം ഹൃദയത്തിൽ നടുവാൻ കഴിയണമെങ്കിൽ നമുക്ക് ദൈവവചനം അനുസരിക്കുവാനുള്ള മനസ്സുണ്ടാകണം. കേൾക്കുവാനുള്ള മനസ്സ് പോരാ, കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള മനസ്സുണ്ടാകണം. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നത്, വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ വഞ്ചിക്കാതെ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയണം. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ, നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. അത് പ്രാവർത്തികമാക്കുമ്പോഴാണ്
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. You see, St. James also tells the very same thing. To wipe away all the wickedness from your lives and to lead a path which is pleasing to God, a life that is pleasing to God. You see, the word which is planted in you should help. So, we should be able to listen to the word that is planted in us to avoid wickedness, to avoid sin. That's what St. James says. And also he says in verse 22, it's not enough that you hear the word of God. You see, we have to be doers of the word. Otherwise, we would be deceiving ourselves. Of course, when we go to conventions or places where the word of God is spoken, there is a lot of respectability among the people because not every person will go to hear the word of God. So when you go for such conventions or such worships to hear the word of God, and when you really make a lot of external manifestations to respect the word of God, we can convince people that we are men of God. But if you don't do them, we do not have any, what should I call, we do not have any sort of importance before God. You see, our hearing the word of God is no use if you do not put into practice or obey what is being spoken. Many a time God speaks to us through His servants. And that's the greatness about the word of God. Maybe you're in a difficulty. Well, the word of God will guide you. Many a time this happened to me. In my difficult situations maybe. Sometimes when I attend crusades or worship meetings, I feel that God is speaking to me through the servants of God. You see? Maybe I have to change my ways. Maybe I'm wrong in certain aspects, certain analysis. So, God gives an opportunity for us to correct ourselves. And that comes only when we are prepared to obey God, the word of God. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വഴി നടത്തുന്നത് ദൈവവചനത്താലാണ്. ഈ വചനത്തിൻ്റെ കേൾവി നമ്മെ പാപത്തിൽ നിന്ന്, അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന്, നമ്മെ സ്വാധീനിക്കുന്ന മറ്റ് സ്വഭാവങ്ങളിൽ നിന്നൊക്കെയും രക്ഷിക്കുവാൻ മതിയായതാണ്. ചില സന്ദർഭങ്ങളിൽ ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്താക്കുഴപ്പത്തിലാകുമ്പോൾ ചിലപ്പോൾ ഒരു ടെലിവിഷൻ മെസ്സേജ് ആയിരിക്കും എനിക്ക് ശരിയായ കാര്യമെന്ന് ബോധ്യമാക്കി തരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബലഹീനത എവിടെയാണെന്ന് എന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു കൺവെൻഷൻ പന്തിൽ നിന്ന് പ്രാസംഗികൻ 10,000 സംസാരിക്കുമ്പോഴായിരിക്കാം അദ്ദേഹം പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലായിട്ട് അനുഗ്രഹമായിട്ട് തീരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നാം കേൾക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. വെറും കേൾവിയായിട്ടല്ല, ആ വചനത്തെ അനുസരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള തീരുമാനത്തോടെ നാം പോവുകയും നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം പാത്രങ്ങളാകുന്നത്. ഏത് സാഹചര്യത്തിലും എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കും. അത് ആരിൽ കൂടെയാണ് നാം കേൾക്കുന്നതെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തിരുത്തുവാനുള്ള മുഖാന്തരങ്ങളായി, നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള മുഖാന്തരങ്ങളായി, അനുഗ്രഹിക്കുന്നതിനുള്ള മുഖാന്തരങ്ങളായി, വഴി നടത്തുന്നതിനുള്ള മുഖാന്തരങ്ങളായി തീരണമെങ്കിൽ ദൈവവചനം നാം അനുസരിക്കുന്നവരായി തീരണം. നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ
പ്രാവർത്തികമായി തീരണം. അപ്പോഴാണ് നമ്മുടേതായിട്ടുള്ള വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുളവാക്കുന്ന വഴിവിളക്കുകളായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്രകാരം ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, വചനം കേൾവിയിലൂടെ നിൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ അതനുസരിക്കുന്നവരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുക മാത്രമല്ല, അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കതിനൊന്നും കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാഥൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.